സെനിത്സു അക്കാസുമ അനാഥനായി വളർന്നു. മാതാപിതാക്കളുടെ മാർഗനിർദ്ദേശമില്ലാതെ ഒരു പെൺകുട്ടിയുടെ ചതിയിൽപ്പെട്ട് വലിയ കടക്കെണിയിലായി. ഒരു മുൻ ഹാഷിറ ആയിരുന്ന ജിഗോറോ കുവാജിമ സെനിത്സുവിൻ്റെ കടം വീട്ടുകയും അവനെ ദത്തെടുത്ത് ഒരു ഡീമൺ സ്ലെയർ ആകാൻ പരിശീലിപ്പിക്കുകയും ചെയ്തു. സെനിത്സുവിൻ്റെ ഭൂതകാലത്തിലെ പ്രധാന സംഭവങ്ങൾ: കടവും ദത്തെടുക്കലും. സെനിത്സു ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചതിനാൽ അവൾക്ക് പണം നൽകി. എന്നാൽ അവൾ മറ്റൊരു പുരുഷനോടൊപ്പം ഓടിപ്പോയി. ഇത് സെനിത്സുവിനെ ഗണ്യമായ സാമ്പത്തിക ബാധ്യതകളിലേക്ക് നയിച്ചു. കടം പിരിക്കുന്നവരിൽ നിന്ന് അവനെ രക്ഷിച്ചത് ജിഗോറയാണ്. തുടർന്ന് അവൻ്റെ പരിശീലനം ആരംഭിച്ചു. പരിശീലനവും വൈരാഗ്യവും. ജിഗോറോയുടെ കർശനവും എന്നാൽ ക്ഷമയുള്ളതുമായ മാർഗനിർദ്ദേശത്തിൽ സെനിത്സു മറ്റൊരു ശിഷ്യനായ കൈഗാക്കുവിനോടൊപ്പം പരിശീലിച്ചു. സെനിത്സുവിൻ്റെ നിരന്തരമായ പരാതികളും ഓടിപ്പോകാനുള്ള ശ്രമങ്ങളും ഉണ്ടായിരുന്നിട്ടും ജിഗോറോ അവനെ ഒരിക്കലും ഉപേക്ഷിച്ചില്ല. സെനിത്സു തണ്ടർ ബ്രീത്തിങ് ശൈലിയുടെ ആദ്യ രൂപത്തിൽ മാത്രം പ്രാവീണ്യം നേടിയെങ്കിലും ജിഗോറോ അവൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞു. കൈഗാക്കു സെനിത്സുവിൻ്റെ ബലഹീനതയെ പുച്ഛിക്കുകയും ജിഗോറോ അവന് നൽകുന്ന ശ്രദ്ധയിൽ അസൂയപ്പെടുകയും ചെയ്തു. ഇടിമിന്നൽ. ഒരു പരിശീലനത്തിനിടയിൽ പരിഭ്രാന്തനായ സെനിത്സു ഒരു മരത്തിൽ കയറി. ഇടിമിന്നലേറ്റ് അവൻ്റെ യഥാർത്ഥ കറുത്ത മുടി നിലവിലെ മഞ്ഞ അല്ലെങ്കിൽ ഓറഞ്ച് നിറമായി മാറി. കഥാപാത്ര വികസനം. സെനിത്സു തുടക്കത്തിൽ സ്വയം നിന്ദിക്കുന്ന ഒരു ഭീരുവായിരുന്നു. ബോധരഹിതനായിരിക്കുമ്പോൾ മാത്രമേ അവന് ഫലപ്രദമായി പോരാടാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ അവൻ്റെ മൂർച്ച കൂട്ടിയ കഴിവുകളും യഥാർത്ഥ ശക്തിയും പുറത്തു വന്നു. കാലക്രമേണ ടാഞ്ചറോ, നെസുക്കോ, ഇനോസുക്കെ എന്നിവരുടെ അനുഭവങ്ങളിലൂടെ ജിഗോറോവിൻ്റെ മരണത്തിലൂടെയും സെനിത്സു കൂടുതൽ ആത്മവിശ്വാസം വളർത്തിയെടുക്കുകയും ബോധത്തോടെ പോരാടാൻ പ്രാപ്തനാകുകയും ചെയ്തു. ജിഗോറോവിൻ്റെ മരണം. കൈഗോക്കു ഒരു ഡീമനായി മാറിയതിനു ശേഷം ജിഗോറോയെ സെപ്പുക്കോ ചെയ്തു. പാരമ്പര്യം. ഇൻഫിനിറ്റി കാസിൽ യുദ്ധത്തിൽ കൈഗാക്കുവിനെ പരാജയപ്പെടുത്താൻ സെനിത്സു ഒടുവിൽ തണ്ടർ ബ്രീത്തിങ്ങിൻ്റെ സ്വന്തം അതുല്യമായ ഏഴാമത്തെ രൂപം സൃഷ്ടിച്ചു. യുദ്ധാനന്തരം അവൻ നെസുക്കോ കമാഡയെ വിവാഹം കഴിച്ചു. അവരുടെ പിൻഗാമികൾ ആധുനിക കാലത്ത് കാണപ്പെട്ടു. തൻ്റെ സാഹസങ്ങളുടെ ഓർമ്മക്കുറിപ്പുകൾ ദ ലെജൻഡ് ഓഫ് സെനിത്സു എന്ന പേരിൽ അദ്ദേഹം എഴുതുകയും ചെയ്തു.